പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത്. കാർഡ് മാറി മാറി കളിക്കുകയാണ്. ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതും ലൂസ് ചെയ്തു. ഇപ്പോൾ ഭൂരിപക്ഷ കാർഡായിരുന്നു, അതും ലൂസ് ചെയ്തു. ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡ് എടുക്കുന്നവർ. ഞങ്ങളത്തരം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ് ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല പറഞ്ഞതിൻ്റെ വളരെ ഇപ്പം തന്നെ വളരെയധികം സീറ്റുകളിൽ വളരെയധികം സീറ്റുകളിൽ UDF മുമ്പിലാണ്. കൂടുതൽ UDFൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDFുമായിട്ട് യോജിക്കണം. അങ്ങനെ UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു സീറോ റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഒപ്പം ചോദിച്ചിട്ട് അതിൻ്റെ ഫോക്കസ് മാറണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി ഈ വെൽഫെയർ പാർട്ടി വെച്ച് ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നു അവരുടെ ഒരു അജണ്ട തന്നെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിന് ഏറ്റവും തിരിച്ചടി കൂടെയല്ലേ ഈ തെരഞ്ഞെടുപ്പ്? അതെ, അത് അവർ ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത്. കാർഡ് മാറി മാറി കളിക്കുകയാണ്. ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതും ലൂസ് ചെയ്തു. ഇപ്പോൾ ഭൂരിപക്ഷ കാർഡായിരുന്നു, അതും ലൂസ് ചെയ്തു. ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡ് എടുക്കുന്നവർ. ഞങ്ങളത്തരം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ് ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം കേരളത്തിൽ ഇല്ലല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു. ഇവിടെ തങ്ങൾ പറഞ്ഞ അസംബ്ലി സീറ്റിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരൊറ്റ അസംബ്ലി സീറ്റ് അവർ ലീഡ് ചെയ്യുന്നില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFൻ്റെ വേസ്റ്റ് ഭരണം, അതിനുള്ളൊരു പ്രതികരണം ഉണ്ടായി. അവിടെ BJP അടിത്തറയുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അവർ മുൻതൂക്കം പോയി. കോഴിക്കോടും അങ്ങനെ തന്നെയല്ലേ. കോഴിക്കോട് വേസ്റ്റ് ഭരണത്തിനെതിരായി കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ. ഇവിടെ UDFനാണ് ശരിക്കും ഭൂരിപക്ഷം കോഴിക്കോട്, പക്ഷേ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ക്ലിയറായി തന്നെ ചോദിക്കുക, വെൽഫെയർ പാർട്ടി UDFിലേക്ക് വരണമോ വേണ്ടയോ എന്നതിൽ ലീഗിന് കൃത്യമായ അഭിപ്രായമുണ്ടോ? ഞങ്ങളത് UDFിലേക്ക് വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അവരവരുടേതായ കാരണങ്ങളാൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയല്ലേ. അത് ഈ കാർഡ് കളിക്ക് വേണ്ടി LDF കൂടുതൽ ഉപയോഗിച്ചു എന്നല്ലാതെ വേറെ കാര്യം അത് അങ്ങനെ ചോദിക്കണ്ട. കാരണം വെച്ചാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചും നെയിം ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞില്ലല്ലോ. UDFനോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികൾ UDFൻ്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വെൽഫെയർ പാർട്ടി ഇതിനങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. ഒരു പാർട്ടിയെ പറഞ്ഞില്ല, പിന്നെ ജനസംഘം പെടുമോ? അല്ല, അത് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ മിതമായ നിലയിലും പ്രതികരിക്കേണ്ട ഒരു വിഷയമായിട്ട് ആണല്ലോ തങ്ങൾ യോജിക്കാവുന്ന ആശയപരമായി യോജിക്കാവുന്ന പാർട്ടികളെന്ന് പറഞ്ഞത്. ഇനി പിന്നെ നിങ്ങൾ പേരെടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. പേരെടുത്ത് ചോദിച്ചാൽ മറുപടി ഇല്ല. ഏത്? അല്ല, അങ്ങനല്ല. അത് UDF ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ UDFനോട് ആശയപരമായി യോജിക്കുന്ന പാർട്ടികൾക്ക് കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്, വരും വേണം എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം എന്നാണ് തങ്ങൾ പറഞ്ഞത്. അല്ല, ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ റിസൾട്ട് എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവാണ്. യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വേസ്റ്റ് ഇലക്ഷനിൽ ബെസ്റ്റ് റിസൾട്ട് UDFന് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ.